വളരെ ചെറിയ ബാഗല്ലേ, അതിൽ ബുക്കൊന്നും കൊള്ളത്തില്ലെന്നേ. ഇതിൽ കൊള്ളു, എനിക്ക് ഇത് മതി, എനിക്ക് ഇത് തന്നെ മതി. അപ്പുകുട്ടാ നീ എന്തിനെങ്ങനെ വാശി പിടിക്കുന്നേ? അത് ചെറിയ ബാഗാ, നിനക്ക് എത്രമാത്രം ബുക്ക് ഉണ്ടെന്ന് എനിക്ക് അറിയോ. അതൊന്നും ഇതിൽ കൊള്ളത്തില്ല. കൊള്ളു, എനിക്ക് ഇതിൽ കൊള്ളുന്ന ബുക്ക് മതി, എല്ലാത്തിനും ഞാൻ കൊണ്ടുപോകില്ല. അവൻ ഇഷ്ടമുള്ളത് എടുത്തോടാച്ചാ, അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്ക് ചേച്ചി. ഇവര് 2 ടിഫിൻ ബോക്സ് തന്നെ വേണം, പിന്നെ വാട്ടർ ബോട്ടിലും കോടയും എല്ലാം കൂടി എങ്ങനെ കൊള്ളുന്ന ഈ ബാഗില്? അവന്റെ കൊള്ളാത്ത ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളുന്നുണ്ട് അമ്മേ. അവൻ അതാണ് ഇഷ്ടമെങ്കിൽ അത് അവനെ എടുത്തോട്ടെ. ഇങ്ങനെ എന്തിനും ഏതിനും നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന 2 ചേച്ചിമാരെ കിട്ടിയോണ്ടേ നിന്റെ കാര്യമൊക്കെ കുശാലായി എന്റെ അപ്പുകുട്ട. എന്നാ പിന്നെ അവൻ അതന്നെ എടുക്കട്ടെ. ഇവര് കൊണ്ടുപോയിക്കോളെന്നല്ലേ പറഞ്ഞത്, കൊള്ളാത്തത്. 3 ആളും ഒരു സ്കൂളിലല്ലേ പഠിക്കുന്നേ, വേറെ എന്ത് വേണം? പെട്ടെന്ന് എടുത്ത് നമുക്ക് പോവാം. നിങ്ങൾ നടന്നോ, ഞാൻ ബില്ല് പേ ചെയ്തിട്ടേ വന്നേക്കാം. എന്റെ അച്ഛൻ എത്ര നാളായി ഞങ്ങളെ പാർക്കിലൊക്കെ കൊണ്ടുവന്നിട്ട്. എന്തൊരു ഭംഗി അവിടെ നോക്കി. എത്ര പാരന്റ്സ് അവരുടെ കുട്ടികളെ ഒത്തിങ്ങായിട്ട് ഇവിടെ വരുന്നതെന്ന് അറിയോ? അതെ, നിന്റെ ക്ലാസ്സിലെ മിനിമോളൊക്കെ എല്ലാ സൺഡേസിലും ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഫുഡ് ഒക്കെ കഴിച്ചിട്ട് രാത്രി അവർ പോവുക. ഈ അച്ഛൻ മാത്രം എവിടെയും കൊണ്ടുപോയില്ല. എന്നിട്ട് ഇപ്പൊ കൊണ്ടുവന്ന ആരാ? അച്ഛൻ തന്നെയല്ലേ. കൊണ്ടുവന്നതിന്റെ കാര്യം നിങ്ങൾ പറയണ്ട. എത്ര വട്ടം ഇപ്പൊ കൈയും കാലം പിടിച്ചിങ്ങോട്ടൊന്ന് വരാൻ വേണ്ടി. എന്തായാലും വന്നില്ലേ, ഇനിയിപ്പോ എന്തിനാ അതിനെ കുറിച്ച് പറയുന്നേ? എന്നും ഇവിടെ വരാം, നമുക്ക് സ്കൂളിൽ പോകാതെ ഇവിടെ പാർക്കിൽ വരാം. അതാണ് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. നിങ്ങളൊക്കെ ഇങ്ങനത്തെ സ്ഥലമൊക്കെ കാണിച്ചു തന്നാലേ പിന്നെ സ്കൂളിൽ പോകാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. ഇങ്ങനത്തെ സ്ഥലത്തേക്ക് വരാനൊക്കെ ആയിരിക്കും താല്പര്യം. ഒന്ന് പോവാ അച്ഛൻ, നോണ പറയാതെ. അച്ഛൻ ഞങ്ങൾ എവിടെ കൊണ്ടുപോയില്ല. ഇത്ര കാലമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്, നിങ്ങൾ അച്ഛൻ ഇതുവരെ ഇനിയൊരു ടൂറിന് കൊണ്ടുപോയില്ല. അത് നിങ്ങൾക്ക് അറിയോ? എന്റെ പൊന്നു സുലു, എന്നല്ലേ കുറച്ച് ദിവസം മുന്നേ ഊട്ടി കൊണ്ടുപോയി ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അയ്യടാ, ഊട്ടിയിൽ കൊണ്ടുപോയി. അത് ഈ തിങ്കളാണെങ്കിൽ ഒളിച്ചോടി പോയതുകൊണ്ടല്ലേ മനുഷ്യ. എന്തായാലും എന്നെ കൊണ്ടുപോയില്ലേ, എനിക്ക് ഒറ്റയ്ക്ക് വേണേലും പോവേനല്ലോ. ഒരു ട്രിപ്പാക്കി കൊണ്ടുപോയത് ഞാൻ തന്നെയല്ലേ? അതെ അതെ, അങ്ങനെ വിചാരിച്ചെന്നെ ഞാനും പോന്നിനി. എന്നിട്ട് എന്തായി? നിങ്ങളുടെ അമ്മയും എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ട. നല്ലൊരു ദിവസമായിട്ടേ ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ. എന്നാ പിന്നെ അതന്നെയാ നല്ലത്. നിങ്ങൾ ഇവിടെയൊക്കെ കാണാനും കളിക്കാനല്ലേ വന്നത്? എന്താ ചോദിച്ചാൽ വേഗം ആവട്ടെ, എന്നിട്ട് വേണേ നമുക്ക് തിരിച്ച് വീട്ടിൽ പോകേണ്ടതാ വേഗം. നാളെ സ്കൂളുണ്ട്, അറിയില്ല എല്ലാവർക്കും. അച്ഛാ, എനിക്ക് ഐസ്ക്രീം വേണം. ഐസ്ക്രീം ഒന്നും ഇവിടെ ഉണ്ടാവില്ലടാ. മാത്രമല്ല മഴക്കാലത്ത് ഐസ്ക്രീം ഒക്കെ കഴിച്ചാലുണ്ടല്ലോ വയറുവേദനയും ഛർദിയൊക്കെ ഉണ്ടാവും. എന്താ എപ്പോഴെങ്കിലും അല്ലേ ഒന്ന് വാങ്ങിച്ചു താ. അച്ഛൻ എന്താ ഇങ്ങനെ പിശുക്കനാവുന്നേ? അച്ഛമ്മേന്റെ അതേ സ്വഭാവം അച്ഛന്. ശരി ശരി, പോയി വാങ്ങിക്കോ എവിടെ ഐസ്ക്രീം കിട്ടാന്ന് വെച്ചാല്. ദേ, ദൂരം വൈക്കൊന്നും പോകരുത് കേട്ടോ. 3 പേരുടെ ഒരുമിച്ച് വേണം നടക്കാൻ. അതുവരെ ഞാനും അമ്മയുടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കട്ടെ. വാ ചേച്ചി, അപ്പുകുട്ടാ വാ, നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് പോവാ. അവിടെ ഐസ്ക്രീം വരെ ഉണ്ടാവുക. ചേച്ചി, ഐസ്ക്രീമിന് എന്തൊരു ടേസ്റ്റാ. എനിക്കറിയായിരുന്നു ഇവിടുത്തെ ഐസ്ക്രീമിനെ നല്ല ടേസ്റ്റാണ്. അതാ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നേ. എന്റെ ഐസ്ക്രീം അടിപൊളിയാന്ന് തോന്നി ചേച്ചി. കണ്ടിട്ട് കൊതിയാവുന്നു. നിങ്ങളുടെ 2 പേരുടെ ചെറുതല്ലേ, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇതിന്റെ വാങ്ങാൻ. എനിക്കിത് മതി. ഇതിനെ നല്ല ടേസ്റ്റാ. ഞാനേ ആദ്യം ഈ കടയിൽ നിന്ന് ഇത് വാങ്ങി കഴിച്ചിട്ടുണ്ട്. എനിക്ക് അന്ന് ഒത്തിരി ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ വാങ്ങിച്ചേ. പക്ഷെ അതിൽ ഇച്ചിരി ഐസ്ക്രീം അല്ലല്ലോ. അപ്പുകുട്ടാ, നിനക്കെങ്കിലും പാറ ചേച്ചി പറഞ്ഞിട്ട് ഇത് വാങ്ങിക്കൂടായിരുന്നോ? ഇതിൽ എത്ര ഐസ്ക്രീം ഉണ്ടെന്ന് നോക്ക്. അപ്പുകുട്ടിന് ഇതാ ഇഷ്ടം. ഇതിൽ കളർ ഉണ്ട്, അതിൽ കളർ ഇല്ല. പൊട്ടന്മാരാ നിങ്ങൾ 2 പേരും. കൂടുതൽ ഐസ്ക്രീം ഉള്ളത് വാങ്ങിക്കാതെ കുറച്ചുള്ളത് വാങ്ങിച്ചു. 2നും ഒരേ വിലയല്ലേ ചേച്ചി? നിനക്ക് ഇഷ്ടമുള്ള നീ വാങ്ങിയില്ലേ? അത് കഴിച്ചോന്തിനെ ഞങ്ങളതിനെ കുറ്റം പറയുന്നത് പറയുമോ? ഞാൻ കുറ്റൊന്നും പറഞ്ഞില്ല. എന്നാ നമുക്ക് കഴിച്ചോണ്ട് നടക്കാം അല്ലേ? അച്ഛനും അമ്മയെ നമ്മൾ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. അപ്പുകുട്ടാ നോക്ക്, എന്തൊരു ഭംഗിയാ നോക്കി ഈ പാർക്ക് കാണാന്. നമ്മള് ആകാശത്ത് എത്തിയ പോലെ ഉണ്ടല്ലേ ചേച്ചി ഇവിടെ നിൽക്കുമ്പോ. ഇവിടെയുള്ള ഏറ്റവും ഹൈറ്റുള്ള സ്ഥലം അപ്പുകുട്ടാ ഇത്. എന്ത് ഭംഗിയാന്നറിയോ? അല്ല പറയോ, നിനക്ക് മാത്രം എന്താ ഒരു സന്തോഷമില്ലാത്ത? എന്താ ഐസ്ക്രീം കഴിക്കുന്നില്ലല്ലോ? അപ്പുകുട്ടൻ നോക്ക്, അവനെ മുഴുവൻ കഴിച്ചു കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പുകുട്ടന് ഇനി ഐസ്ക്രീം വേണേ ചേച്ചി. അയ്യോ അപ്പുകുട്ട, ഒരുപാടൊന്നും കഴിച്ചാലേ തണുപ്പ് പിടിക്കും. തൊണ്ടവേദനയും ചുമയും പനിയും ഒക്കെ വരും. അതുകൊണ്ട് ഒന്ന് കഴിച്ചാൽ മതി. നാളെ നമുക്ക് അച്ഛനോട് ഒന്നുകൂടി വാങ്ങിച്ചു തരാൻ പറയാം കേട്ടോ. ചേച്ചിയെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്താലോ? എക്സ്ചേഞ്ച് ചെയ്യാനോ? എന്ത്? ഐസ്ക്രീമേ എന്റേത് ഇനി ചേച്ചി കഴിച്ചോ, ചേച്ചിന്റെ ഞാൻ കഴിക്കാം. അതെന്താ ഇപ്പൊ അങ്ങനെ? അല്ല, ചേച്ചിക്ക് കുറെ കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് ഇതിൽ കുറെ ബാക്കിയുണ്ട്. ഇനി ഞാൻ അത് കഴിച്ചു നോക്കാം. ചേച്ചിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കാം, അടിപൊളിയാ. സത്യം പറയാറോ, അതൊന്നിനും കൊള്ളില്ല അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞത് നിന്നോട് വാങ്ങിക്കേണ്ടാണ്. അപ്പൊ അതിൽ കൂടുതൽ ഐസ്ക്രീം ഉണ്ടെന്ന് പറഞ്ഞ് ചാടി വീണല്ലേ നീ. അതുകൊണ്ട് ഇനി അതിന് ടേസ്റ്റും ഇല്ലാത്തത്. ഇപ്പൊ ഇന്റേതായിട്ട് എക്സ്ചേഞ്ച് ചെയ്യണമെന്നില്ലേ? അങ്ങനെ നല്ല ചേച്ചി, ഇതിന് ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് 2ഉം കഴിക്കാലോന്ന് വിചാരിച്ചിട്ടാ ഞാൻ പറഞ്ഞേ. വീണെടുത്തിരുന്ന ഒരില്ലേ, നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് ടേസ്റ്റ് ഉണ്ടല്ലേ? ഞാൻ എങ്ങനെ ചോദിച്ചാലും നീ തരൂല. പിന്നെയല്ല ഇങ്ങോട്ട് വെച്ച് നീട്ടുന്നത്. എന്നെ എനിക്ക് അറിയില്ല പാറു. എന്താ ചേച്ചി, എനിക്ക് അത് താ ചേച്ചി. ഇതൊരു രസവും ഇല്ല ചേച്ചി, പ്ലീസ്. എന്നോട് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേടി അത് വാങ്ങിക്കേണ്ടെന്ന്. അപ്പൊ അതിൽ കൂടുതൽ കിട്ടുന്നു പറഞ്ഞ് ഞാൻ വാങ്ങിച്ചാൽ പോരാ. കണ്ടില്ലേ, വായിൽ വെക്കാൻ കൊള്ളത്തില്ല. ആ ചേച്ചിക്ക് എന്താ മനസ്സിലായി? അപ്പൊ ചേച്ചി ഇത് മുന്നേ വാങ്ങിച്ചിട്ടുണ്ടല്ലേ? എന്നാ എന്നോട് ആദ്യം പറയായിരുന്നില്ലേ? ഞാനത് മുന്നേ വാങ്ങിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇതിന് മുന്നേ വന്നപ്പോഴും വാങ്ങിച്ചത്. പക്ഷെ നിന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഒരു ടേസ്റ്റും ഇല്ലാതെ. സത്യ ചേച്ചി, ഇതിനെന്തോ ചവർപ്പൊക്കെ ഉള്ളത്. എന്നാ പിന്നെ നീ അത് കഴിക്കണ്ട. എന്നാ എന്റേത് കഴിച്ചോ, എനിക്ക് മതി. താങ്ക് യു ചേച്ചി. താങ്ക്സ് ഒന്നും വേണ്ട. എന്നാലും ചേച്ചി എന്താ എനിക്ക് തന്നത്? ചേച്ചി പൊതുവെ തരാറൊന്നും ഇല്ലല്ലോ. അത് പിന്നെ മധുരം അധികം കഴിച്ചു കഴിഞ്ഞാലേ സൗന്ദര്യത്തിന് ബാധിക്കുന്നു. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട്. അതുകൊണ്ടാ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. അപ്പൊ എന്റെ സൗന്ദര്യോ? നിനക്ക് പിന്നെ ഇല്ലാത്തോണ്ട് ഇനി എന്ത് പോവാൻ എന്റെ പാറു? സുലു, എന്ത് ഭംഗിയല്ലേ ഇവിടെയൊക്കെ കാണാന്.
നിങ്ങൾക്കത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. നമ്മുടെ വീടിന്റെ അടുത്ത് ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഉണ്ടായിട്ട് എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെയൊക്കെ കൊണ്ടുപോകുന്നുണ്ടോ ഞങ്ങളെ? ഓ, അതിന് ഞാൻ തന്നെ ഇപ്പോഴല്ലേ ഇവിടേക്ക് വന്നത്. ഞാനും ആ പിള്ളേരും എത്ര വട്ടങ്ങളോട് പറഞ്ഞു നമുക്ക് ഇവിടെ ഒന്ന് പോവാന്ന്. ആ പിള്ളേരെ ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളെ ഓരച്ഛനമ്മമാരുടെ കൂടെ എല്ലാ ഞായറാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ ഇവിടെ വരാറുണ്ട്. ഈ പ്രിയും പാറും കൂടി ആ കഥ വീട്ടിലൊന്ന് പറയും. നിങ്ങൾക്ക് ഭയങ്കര സങ്കടേനി. അതിനെങ്ങനെയാ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സമ്മതിച്ച് വരുമ്പോഴത്തേക്ക് ഏതേം വയ്ക്കുന്ന അമ്മ വീട്ടിലെത്തും. പിന്നെ അത് മുടക്കാൻ വേറെ കാരണവും വേണ്ടല്ലോ. ഓ, ഇനിയിപ്പോ എന്തിനാ ഇയാളൊക്കെ ഓർമ്മിപ്പിക്കുന്നത്? എന്തായാലും നമ്മള് വന്നില്ലേ, ഇതിപ്പോ ആർക്കും മുടക്കാൻ പറ്റില്ലല്ലോ. ആ, ഇത് ഈ വഴിക്ക് വന്നപ്പേ അങ്ങ് കയറിപ്പോയതല്ലേ, അല്ലാതെ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് ഇപ്പൊ ആർക്കും അറിയത്തില്ലായിരുന്നല്ലോ. ഇപ്പൊ തന്നെ നമ്മുടെ മോനെ സ്കൂളിൽ ചേർത്താൻ പോവാന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ ഞങ്ങൾ അമ്മയാണെന്ന് പറയുന്നത്. വെറുതെ പൈസ ചെലവാക്കാണ്, അനാഥ ചെക്കനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തൊക്കെ വർത്താനാ പറഞ്ഞുണ്ടാക്കിയേ. ഓ, എനിക്കതൊന്നും കേട്ടിട്ടേ ഒന്നും പറയാൻ അറിയാഞ്ഞിട്ടല്ല, ഞാൻ മിണ്ടാതെ സഹിച്ച് ക്ഷമിച്ച് നിന്നതാ. എന്തായാലും ഒന്നും പറയാനേ നന്നായി. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വന്നില്ലേ നിങ്ങളുടെ കൂടെ? അവനെ സ്കൂളിൽ ചേർത്താനും എല്ലാത്തിനും വന്നില്ലേ? അവൻ നമ്മുടെ മോൻ തന്നെയാ, അല്ലാതെ അമ്മ എത്ര പറഞ്ഞാലും ഞാൻ അതിന് കൂട്ടി നിൽക്കുന്നില്ലല്ലോ സുലു. പിന്നെ എന്താ എന്റെ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ല. അത് ചെറിയ കുട്ടിയുടെ അതിന് നല്ല കാര്യവേരുണ്ട്. അതിന്റെ മനസ്സൊക്കെ കേട്ട് വിഷമിക്കുന്നുണ്ടാവില്ലേ, അതൊന്നും പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് സുലു. എന്തായാലും അമ്മ കുറച്ച് ദിവസം കഴിഞ്ഞ തറവാട്ടിലേക്ക് പോയിക്കോളൂലേ, അതുവരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് നീ. ഓ, അതിന് എങ്ങനെ പോകുന്ന ഞങ്ങൾ പറയുന്നത്? പുതിയതായിട്ട് ഒരുത്തിനെ കൂടെ അവിടെ കൊണ്ടൊന്ന് താമസിപ്പിച്ചില്ലെങ്കിൽ അമ്മ? പിന്നെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? ഞാൻ ഒന്ന് പറയും. നമുക്കൊരു വാടക വീട് എടുത്തെങ്കിലും എങ്ങോട്ടേലും മാറിയാലോ? സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാക്കിയിട്ട് അതിൽ താമസിക്കാനുള്ള യോഗമല്ലല്ലോ. ആണേ മഴവെള്ളം വന്ന് ഇങ്ങോട്ട് ആകെ ഇടിഞ്ഞു പൊളിഞ്ഞ് നാശമായി. ഞാൻ അവിടെ പോയി നോക്കിയിട്ടും കൂടിയില്ല. നമ്മളെല്ലാ സാധനങ്ങളും അതിൽ കേടായി പോയില്ല സുലു. അത്യാവശ്യം ബാങ്കിൽ പൈസയും ചുറ്റുപാടും ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുന്നത്. അതൊന്നും ഇല്ലാത്ത ആൾക്കാർ അവസ്ഥ ചെയ്യുന്ന ആലോചിച്ച് നോക്ക്. അനി ഞാൻ പറയുന്നത് നിങ്ങൾ വാർപ്പിട്ട രണ്ടട്ടി വീടോ മൂന്നട്ടി വീടോ ഒന്നും വേണമെന്നല്ല. ഒരു സാധാരണ ഓടിട്ട് ഒരു കൊച്ചു വീട് മതി. സന്തോഷമുള്ള ഒരു ജീവിതമല്ലേ, അല്ലാതെ വീടിന്റെ വലുപ്പത്തിലല്ലല്ലോ കാര്യോ. ഇനി ഞാൻ നിങ്ങളെ ആഗ്രഹത്തിനൊന്നും എതിര് നിൽക്കുന്നില്ല. എൻ്റെ മക്കളെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കൊച്ചു വീട്ടിലേക്ക് മാറാം. ഇവിടെയുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല. സാധാരണ ഒരു പഴയ വീടായിരിക്കും. അത് മതിയെങ്കിൽ നമുക്ക് പോവാം. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? ശരിക്കും ശരിക്കും നമുക്ക് വേറെ വീട്ടിൽ പോവാന്നോ? അതെ സുലു, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അമ്മേന്റെ ഉദ്ദേശം എന്താണെന്നും അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ചെറിയ വീട്ടിൽ നിങ്ങൾക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ മക്കൾക്കും അതൊന്നും കുഴപ്പമില്ല, അവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളും. നമുക്കൊരു ചെറിയ വീട് മതി ഏട്ടാ. നമുക്ക് അവിടെ സന്തോഷത്തോടെ ജീവിക്കാലോ, അതാ നല്ലത്. പക്ഷെ വീട്ടിലെത്തി ഈ കാര്യം ഞാൻ നിങ്ങൾ അമ്മ അറിഞ്ഞ അവിടെ കൊണ്ട് തന്നെ നിങ്ങൾ മനസ്സ് മാറൂലേ? ഇല്ല സുലു, ഇനി എന്റെ മനസ്സൊന്നും മാറാൻ പോകുന്നില്ല. എന്നാലേ മക്കളോടും കൂടി ഈ കാര്യം പറഞ്ഞാലോ, അവർക്ക് ഒത്തിരി സന്തോഷമാവും ഏട്ടാ. എന്താ അമ്മേ, എന്താ ഞങ്ങളോട് പറയണ്ടെന്ന് പറഞ്ഞേ? ആ, അപ്പോഴേക്കും നിങ്ങൾ ഇവിടെ എത്തിയോ? ഐസ്ക്രീം ഒക്കെ കിട്ടിയോ? 3 പേർക്കും കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നാളെ വേണം അപ്പുകുട്ടിന് ഐസ്ക്രീം. അത് ശരി, അപ്പൊ നീ ഇത് ഡെയിലി പരിപാടിയാക്കാനല്ലോ ഉദ്ദേശിച്ചത്? മക്കളെ, അമ്മ ഇപ്പൊ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങളും കൂടി സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ തീരുമാനം എടുക്കുള്ളൂ. അമ്മേ മക്കളെ, നമ്മളെ വീട്ടിലെ അവസ്ഥ അറിയാലോ. അച്ഛമ്മയും പുതിയതായിട്ട് വന്ന ആന്റിയും എല്ലാരും കൂടെ ആകെ ജഗബൊക്കെയാണ്. പ്രശ്നങ്ങൾ ഒഴിഞ്ഞ സമയമില്ല, ഒരു സ്വസ്ഥതയും സമാധാനം ഒന്നുമില്ല. എന്നതാണേലും ആടെ ഇരുന്ന് പഠിക്കാന്നൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടേ അച്ഛനും അമ്മയും കൂടി ഒരു വാടക വീട് ശരിയാക്കി അങ്ങോട്ട് മാറിയാലോ എന്ന് വിചാരിക്കാം. സൂപ്പർ, ഞങ്ങൾ അമ്മേനോട് അങ്ങോട്ട് പറഞ്ഞു വിചാരിച്ചിക്കേനി. അതെ അമ്മേ, ഇവിടെ ഇങ്ങനെ മടുത്ത് ഞങ്ങൾക്ക് ഒരു സൗകര്യം കിട്ടുന്നില്ല. അച്ഛമ്മേനെ കൊണ്ടുപോകാതെ നമുക്ക് വീട് പോവല്ല അമ്മ? അതൊക്കെ ശരിയാണ്. പക്ഷേ പുതിയ വീട് എന്ന് പറയുമ്പേ വലിയ സൗകര്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഇപ്പൊ മുന്നേ താമസിച്ച പോലത്തെ വലിയ വീടുകളൊന്നും അല്ല. ചെറിയ ഓടിട്ടൊരു സാധാരണ വീടായിരിക്കും. അവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നമുക്ക് അങ്ങോട്ട് മാറാം. ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അച്ഛാ. വീട് എത്ര വലുതോ ചെറുതോ എങ്ങനെയായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. അച്ഛനും അമ്മയും ഞങ്ങൾ മാത്രം മതി. നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. അച്ഛമ്മയും ആ ആന്റി ഉണ്ടാവില്ലല്ലോ. അതെ അച്ഛാ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ചെറിയ വീടായാലും ഞങ്ങൾക്ക് ഇഷ്ടാ. അപ്പൊ കുട്ടനെ ഇഷ്ടാ. നമ്മളെ സ്വന്തം വീട്ടിലെ മഴയും വെള്ളപ്പൊക്കവും എല്ലാം കൂടി കാരണേ ആ വീടൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് നാശമായിപ്പോയി. നമുക്കിനി അവിടെ പോയി താമസിക്കാനൊന്നും കഴിയൂല. അത് നന്നാക്കി എടുക്കണേ ഒരുപാട് ലക്ഷം രൂപയും വേണം. അത് നമ്മളെ കയ്യിൽ ഇല്ലാനും. പിന്നെ ഇവിടെയുള്ള തറവാട് വീട്ടിലാണെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനും കഴിയില്ല. അറിയാലോ, അച്ഛമ്മയും അച്ഛമ്മേന്റെ ആൾക്കാരും ആന്റിമാരും ഒക്കെ കൂടി വന്ന് നമ്മളെ കുടുംബം തന്നെ ഇല്ലാതെയാക്കി കളയും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ വീട്ടിലേക്ക് മാറാനേ നിവൃത്തിയുള്ളൂ. മാത്രമല്ല അവിടെ പോയാലും മക്കളെ ഇപ്പൊ ഉള്ള പോലെ ആർഭാടായിട്ടുള്ള ജീവിതമൊന്നും ഉണ്ടാവൂല. എല്ലാ ചെലവും ഒന്ന് ചുരുക്കി നല്ല മക്കളായിട്ട് വേണം നിങ്ങൾ നിൽക്കാൻ. അതൊക്കെ ഏറ്റമ്മേ, നമുക്ക് വേറെ വീട്ടിൽ പോവാം. ഞങ്ങൾ എങ്ങനെ വേണേലും അഡ്ജസ്റ്റ് ചെയ്തോളാം. കേട്ടില്ലേട്ടാ ഇവര് പറയുന്നത്? അവര് അത്ര പൊറുതി മുട്ടിയിട്ടുണ്ട് നമ്മളെ വീട്ടിലെ അവസ്ഥ കാരണം. നമ്മൾ മാറി വേറെ വീട്ടിൽ പോയാൽ തന്നെ ഇവരുടെ പഠിത്തം വരെ മെച്ചപ്പെടും. ആയിക്കോട്ടെ സുലു, ഞാൻ പെട്ടെന്ന് തന്നെ ബ്രോക്കറോട് ഒരു വീട് നോക്കാൻ പറയാം. നമുക്ക് എത്രയും പെട്ടെന്ന് മാറുകയും ചെയ്യാം. എന്തായാലും അച്ഛൻ്റെ അടുത്ത് പൈസ ഇല്ലാന്നല്ലേ അച്ഛാ പറഞ്ഞത്? പിന്നെ ചെലവ് ചുരുക്കി ജീവിക്കണം. അതുകൊണ്ട് സ്കൂളിലൊന്നും പോകുന്നില്ല ഞാൻ. അച്ഛൻ ആ പൈസ ലാഭിക്കാലോ.